ന്യൂനപക്ഷ വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. LDFും UDFും ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളുടെ വോട്ട് ബാങ്കിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ട തന്ത്രപരമായ നീക്കങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. പൗരത്വ ഭേദഗതി അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്നത് തന്നെയാണെന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. നിലവിലത്തെ സാഹചര്യത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ചു വരണമെന്ന ആത്മവിശ്വാസത്തോടുകൂടി കളത്തിലിറങ്ങിയിരിക്കുന്ന കോൺഗ്രസിനും സർവേ ഫലങ്ങളിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 വിജയിച്ചു വരണമെന്ന് കരുതി നിൽക്കുന്ന BJPക്കും ദേശീയ പാർട്ടി സ്ഥാനം നിലനിർത്തുവാൻ കഴിയുന്ന അത്ര സീറ്റുകളിൽ വിജയിച്ചു വരുവാൻ വേണ്ടി മത്സരിക്കുന്ന ഇടതുപക്ഷത്തിനും ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. BJPയെ സംബന്ധിച്ച് 2 ന്യൂനപക്ഷ സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിക്കുന്നത്. അതിലൊന്ന് BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി, മറ്റൊന്ന് അബ്ദുൾ സലാം. കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എന്ന വലിയ പ്രസ്താവനകളും വലിയ പ്രതിഷേധങ്ങളും ഉയർന്ന സാഹചര്യത്തിലായിരുന്നു പാലക്കാടിന്റെ സിറ്റിംഗ് MLA ആയ ഷാഫി പറമ്പിലിനെ വടകരയിൽ നിർത്തി മത്സരിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ ആവേശമാണ് കോൺഗ്രസ് പാളയങ്ങളിലുള്ളത്. കാര്യമായ രീതിയിൽ തന്നെ ഇടതുപക്ഷത്തും ന്യൂനപക്ഷങ്ങൾക്ക് ഇടമുണ്ട്. അപ്പോൾ എന്തായാലും 3 കൂട്ടർക്കും ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് LDFനും UDFനും അവർക്കാണ് ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കാൻ സാധ്യതകൾ ഏറെ. എന്നാൽ ഇടതുപക്ഷത്തിനെതിരെ കാര്യമായ രീതിയിൽ രംഗത്തെത്തിയിരിക്കുകയാണ് SDPI. CPMന്റെ ന്യൂനപക്ഷ പ്രണയത്തിൽ ആത്മാർത്ഥതയില്ല എന്നാണ് SDPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് ഫൈസി പറയുന്നത്. അദ്ദേഹം CPMനെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. പൂഞ്ഞാർ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവനയിൽ സാമുദായിക സംഘടനയ്ക്ക് വലിയ വിഷമവും വലിയ വിയോജിപ്പുമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും SDPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുമോ, അല്ല ആർക്കനുകൂലമായിരിക്കും SDPI നിലപാട് സ്വീകരിക്കുക, ദേശീയ തലത്തിൽ എവിടൊക്കെ SDPI മത്സരിക്കും എന്നുള്ളതൊക്കെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ്. അതിനും കൃത്യമായ രൂപം തന്നെ അദ്ദേഹം നൽകുന്നുമുണ്ട്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തോട് കടുത്ത അമർഷം തന്നെയാണ് SDPI പുലർത്തുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ പല കാര്യങ്ങളിലും കേരളത്തിലെ ഭരണപക്ഷം കാര്യമായി ഇടപെട്ടിട്ടില്ല എന്ന കടുത്ത ആരോപണം SDPIക്കുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ സാമ്പത്തിക സംവരണത്തിൽ പോലും കേരള സർക്കാർ കാര്യമായ രീതിയിൽ ഇടപെട്ടിട്ടില്ല, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന തരത്തിലേക്കാണ് SDPIയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രസക്തമായ ചോദ്യം തന്നെയാണ് SDPI ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത്. അതിൽ SDPI വ്യക്തമാക്കുന്ന ഒരു കാര്യം, ദേശീയ തലത്തിൽ 60 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കും SDPI. എന്നാൽ കേരളത്തിൽ എവിടൊക്കെ തങ്ങൾ മത്സരിക്കും എന്നതിൽ തീരുമാനമായിട്ടില്ല. അതിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതേ ഉള്ളൂ. തങ്ങൾ മത്സരിക്കാത്ത ലോക്സഭാ മണ്ഡലങ്ങളിൽ LDFനും UDFനും വോട്ടുകൾ നൽകുവാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ അതത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ആർക്കാണ് സാധ്യത കൂടുതലെന്നാൽ അവർക്കായിരിക്കും തങ്ങൾ വോട്ടുകൾ നൽകുക എന്ന SDPIയുടെ നേതാക്കന്മാരും പ്രത്യേകിച്ച് ദേശീയ ജനറൽ സെക്രട്ടറിയായ അബ്ദുൽ മജീദ് ഫൈസി പറയുന്നുണ്ട്. കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, NDA എന്തു വില കൊടുത്തും കേരളത്തിലും ദേശീയ തലത്തിലും അധികാരത്തിൽ വരാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. ദേശീയ തലത്തിൽ ഒരു തവണ കൂടി BJP അധികാരത്തിൽ വന്നാൽ അത് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മാറും. ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അത് വലിയ വെല്ലുവിളിയായി മാറും. അതുകൊണ്ട് യാതൊരു തരത്തിലും SDPI ദേശീയ തലത്തിൽ BJPയെ അധികാരത്തിൽ കൊണ്ടുവരുവാൻ സമ്മതിക്കില്ല എന്നും NDA യാതൊരു കാരണവശാലും അധികാരത്തിലേക്ക് കയറുവാൻ അനുവദിക്കില്ല എന്നും വ്യക്തമാക്കുന്നു. കേരളത്തിൽ നാളിതുവരെ ലോക്സഭയിലേക്ക് BJPയുടെയോ NDAയുടെയോ ഒരു സ്ഥാനാർത്ഥിയെ പോലും കടത്തിവിട്ടിട്ടില്ലാത്ത കേരള ജനത ഇത്തവണയും കേരളത്തിൽ നിന്ന് ഒരു BJP സ്ഥാനാർത്ഥിയെയും ലോക്സഭയിലേക്ക് കടത്തിവിടില്ല എന്ന് കട്ടായം പറയുന്നുണ്ട്. കൂടാതെ ദേശീയ തലത്തിൽ SDPI ആർക്കൊപ്പം നിൽക്കും എന്ന ചോദ്യം നിസ്സംശയം പറയാം, നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ നിലപാട് തന്നെയായിരിക്കും ഇവിടെ SDPI സ്വീകരിക്കുക. NDA സഖ്യത്തിനോട് BJPയോട് വലിയ തരത്തിലുള്ള അമർഷം SDPIക്കുണ്ട്. ആ അമർഷം പ്രകടമാക്കും. ദേശീയ തലത്തിൽ 60 മത്സരിക്കുമ്പോൾ ആരൊക്കെ വിജയിച്ചാലും അവരുടെയൊക്കെ
അനുകൂലമായ നിലപാട് ഉണ്ടാകുക അത് ഇന്ത്യ സഖ്യത്തിനൊപ്പമായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട്, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് SDP വലിയ അമർഷമാണ് നിലവിലുള്ളത്. അത് ഏതൊക്കെ തരത്തിൽ ബാധിക്കുമെന്ന് ഇനി കണ്ടറിയേണ്ടതായുണ്ട്.